ഒന്ന്, ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലാകുന്നത് എൻ്റെ മുത്തശ്ശി ദേവികി യന്ത്രജനമാണ്. മുത്തശ്ശിക്ക് 82 വയസ്സ് പ്രായം. രണ്ടാമത് അറസ്റ്റിലാകുന്നതിൻ്റെ അമ്മയാണ് മല്ലികാ നമ്പൂതിരി, അന്ന് 62 വയസ്സ് പ്രായം. മൂന്നാമത് ഞാനും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും ഒക്കെയാണ് അറസ്റ്റിലാകപ്പെടുന്നത്. ഞാനടക്കമുള്ള ഒരുപാട് പേരെ വേദനിപ്പിച്ച ആയിരക്കണക്കിന് വ്യത്യസ്ത ഹിന്ദു പ്രസ്ഥാനങ്ങളിലെ ആൾക്കാർ ജയിലിൽ പോയൊരു സംഭവമാണ്. ഞങ്ങൾക്കെല്ലാം ആ വിഷയത്തിൽ വിഷമമുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, എന്നാൽ ഇന്ന് NSSും SNDPയും പന്തളം കുടുംബവും ഒക്കെ എടുക്കുന്ന സമീപനം തന്നെയാണ് ബഹുഭൂരിപക്ഷം ഹിന്ദു വിശ്വാസികളും എടുക്കുന്നത്. സർക്കാരിനോട് പലതരങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ BJPക്കും കോൺഗ്രസിനും ഇതിനെ എതിർക്കാം. BJPക്കും കോൺഗ്രസിനും ഇതിനെ എതിർക്കാൻ കാര്യം CPM നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് NSSനോ SNDPക്കോ സാധാരണ ഭക്തജന സംഘടനകൾക്കോ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക? അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇൻക്ലൂസീവായി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകണം. എല്ലാ വിഭാഗങ്ങളിലെ ആൾക്കാരെയും വിളിക്കണം. ഉദാഹരണം, ഞാൻ RSകാരനല്ല, RSകാരുടെ പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ എതിരെ അഭിപ്രായമുള്ള വ്യക്തിയാണ്. പക്ഷെ ഒരു കുമ്മനം രാജശേഖരൻ ചേട്ടൻ ഇല്ലാതെ എങ്ങനെയാണ് ഒരു അയ്യപ്പ സംഗമം നടത്തുക? 40-50 വർഷങ്ങളായി ശബരിമലയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന കുമ്മനം ചേട്ടനെ പോലൊരു വ്യക്തി, ഇന്ന് പ്രയാർ സാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണനെ പോലൊരു കോൺഗ്രസ്സുകാരൻ, അല്ലെങ്കിൽ CPMലെ പത്മകുമാർ സാറിനെ പോലൊരാൾ, ഇവരൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരില്ലാതെ എങ്ങനെയാണ് നടത്തുക? അപ്പൊ ആരെയും അകറ്റി നിർത്തരുത്. മൂന്ന്, ശ്രീമതി മാധുവിനോട്ട് ഒരു കാര്യം, ഞാൻ മാധു സംസാരിച്ചപ്പോൾ ഇങ്ങനെ കയ്യിൽ നുള്ളുകയായിരുന്നു, ഞാൻ നിലനിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ദേവസ്വം ബോർഡ് മതസ്ഥാപനമാണോ എന്നറിയാൻ ദേവസ്വം ബോർഡിന്റെ ബില്ല് വായിച്ചാൽ മതി. അതിന്റെ തലക്കെട്ടിലെ ആദ്യ വരി ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് എന്നാണ്. ദേവസ്വം ബോർഡ് ഒരു സെക്കുലർ സ്ഥാപനമല്ല, ദേവസ്വം ബോർഡ് ഒരു ഹിന്ദു മത സ്ഥാപനമാണ്. ശബരിമല ഒരു സെക്കുലർ ടെമ്പിൾ അല്ല, ശബരിമല ഒരു ഹിന്ദു ടെമ്പിൾ ആണ്. എന്നാൽ ആ ഹിന്ദു ടെമ്പിൾ മതസൗഹാർദ്ദത്തെയും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഇതാണ് അതിന്റെ വസ്തുത. മതസ്ഥാപനമാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഞാൻ അദ്ദേഹവുമായി തർക്കത്തിന് പോയില്ല. കേരളത്തിന് മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനാണെന്ന് പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യം വന്നപ്പോഴാണ് ഞാൻ അതിൽ ഇടപെടുക തന്നെ ചെയ്തത്. ഞാൻ അതുകൊണ്ട് ഒരു വരി പറഞ്ഞോട്ടെ, ഒരു വരി കടത്തി കൂടെ പറയണം. കാര്യം എന്താ കടത്തി പറയുന്നതെന്ന് പറഞ്ഞാൽ, ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണ്, മതേതര ക്ഷേത്രമല്ല. ശബരിമല ഹിന്ദുവിന്റെ സ്വത്താണ്. എന്നാൽ അയ്യപ്പന്റെ ആത്മമിത്രമായ മുസ്ലിമായ വാവർക്കും അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ ക്രിസ്ത്യാനിയായ വെളുത്തയ്ക്കും സ്ഥാനമുള്ള ശബരിമല നമ്മുടെ ഇന്ത്യയുടെ മാതൃകയാണ്. അത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ 100% കറക്റ്റാണ്. അതായത് അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദമൊക്കെ നമ്മുടെ നാടിന്റെ പൈതൃകമാണ്, ലെഗസിയാണ്. ഇനിയും ശങ്കു ടി ദാസ് ഇപ്പൊ ഇരിക്കുന്ന സ്ഥാനത്ത് കഴിഞ്ഞ തവണ ശ്രീ TG മോഹൻദാസായിട്ട് ഇരുന്നപ്പോ ശബരിമലയിൽ മറ്റു മതസ്ഥരെ കയറ്റരുതെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് പോയി. അതിനെ എതിർത്ത് ഞാനും ഹൈക്കോടതിയിലെ TG മോഹൻദാസിന്റെ പ്ലീ എതിർത്തുകൊണ്ട് ഞാനും പോയിരുന്നു. ഹൈക്കോടതി ഡിസ്റ്റർബൻസ് രേഖപ്പെടുത്തി ഇത് സമൂഹത്തിന്റെ മതസൗഹാർദ്ദ ഫാബ്രിക്കിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ കേസിൽ പരാമർശമുണ്ട്. അതുകൊണ്ട് ശബരിമല ഹിന്ദു ക്ഷേത്രമാണ്, പക്ഷെ ആ ഹിന്ദു ക്ഷേത്രം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അവർക്കും വെളുത്തയ്ക്കും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വേണ്ടിയുള്ളതാണ്. ഇതാണ് അതിലെ ഫാക്ടർ. എനിക്കിതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തുടക്കം മുതലുള്ള ഇത് നോക്കൂ, ഈ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ സംഘടിപ്പിക്കാൻ പോകുന്ന ഒരു സംഗമത്തെക്കുറിച്ചുള്ള കാര്യം ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഉള്ള പലതരം അഭിപ്രായങ്ങൾ അതിൽ മാത്രമാണ് ചുറ്റിത്തിരിയുന്നത്. അതുകൊണ്ടല്ല. അതായത് യഥാർത്ഥത്തില് എല്ലാരെയും കൂട്ടിച്ചേർത്ത് ഇൻക്ലൂസീവായിട്ട് പോകണം. അതായത് BJP RSS പ്രസ്ഥാനങ്ങളൊക്കെ ആദ്യം അവരിൽ ചില ആൾക്കാർക്ക് വിയോജിപ്പുണ്ടായിരുന്നു. ഉദാഹരണം, ശ്രീ ശങ്കു തന്നെ ഏറ്റവും ഗംഭീരമായി വിമർശിച്ചിട്ടുള്ള സർവാദരണീയനായ ശ്രീ രംഗഹരി, അദ്ദേഹം ശബരിമലയിൽ യുവതികളെ കയറ്റണം എന്ന് പറഞ്ഞ് മാറ്റുവിൻ ചട്ടങ്ങൾ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. RSSന്റെ ഇന്നത്തെ ഹിന്ദു ഐക്യവേദിയുടെ തലവനായ അല്ലെങ്കിൽ മുഖ്യ വ്യക്തിയായ RV ബാബു ചേട്ടൻ ഇന്നും ശബരിമലയിൽ യുവതികളെ കയറ്റണമെന്നാണ് അഭിപ്രായം. ശ്രീ TG മോഹൻദാസിന് ഇന്നും യുവതികളെ കയറ്റണമെന്നാണ് അഭിപ്രായം. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ നിലനിൽക്കും. യഥാർത്ഥത്തിൽ ഇവിടെ പറ്റുന്നത് BJP അടക്കം അല്ലെങ്കിൽ RSS അടക്കമുള്ള ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ അകറ്റി നിർത്താൻ നോക്കരുത്. അവരും ഒരുപാട് ബുദ്ധിമുട്ടിയതാണ്, ഈ രംഗത്ത് ഒരുപാട് പ്രയത്നിച്ചതാണ്, ശബരിമലയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തതാണ്. അപ്പൊ അവരെ വർഗീയവാദികളെന്ന് മുദ്ര കുത്തി മാറ്റി നിർത്തുന്നതിനോട് എനിക്ക് തോന്നുന്നില്ല സുകുമാരൻ നായർ സാർ യോജിക്കുമെന്ന്, എനിക്ക് തോന്നുന്നില്ല SNDP യോജിക്കുമെന്ന്. പരസ്യമായിട്ട് അവരെ നിലപാടെടുക്കുമെന്ന് അറിയില്ല. ആരെയും അകറ്റി നിർത്തലല്ല, അവിടെയാണ് ഞാൻ മുമ്പിൽ അദ്ദേഹത്തെ എല്ലാ ഹിന്ദുത്വ സംഘടനയും പ്രതിദാനം ചെയ്യാൻ വിളിക്കുക. അദ്ദേഹം വരുമല്ലോ എന്ന് എനിക്കറിയില്ല, പ്രതിദാനം ചെയ്യാൻ വിളിക്കുക. നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പറയും. ഒറ്റ കാര്യം കൂടെ, അങ്ങനെ എല്ലാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകണ്ടേ? ഈ ഒരു വിഭാഗമുള്ള പ്രസ്ഥാനങ്ങളെ അകറ്റി നിർത്തണം, അവരെ മുദ്ര കുത്തണം, ചാപ്പയടിക്കണം, അവരെ വർഗീയവാദികളാക്കണം എന്ന് നിർബന്ധം എന്താ?
അവരും ഹിന്ദു സമൂഹത്തിന്റെ അയ്യപ്പ വിശ്വാസ സമൂഹത്തിന്റെ വലിയൊരു ഭാഗമല്ലേ. ഒരു വരി കൂടെ പറയാം, അയ്യപ്പ സേവാ സംഘത്തിന്റെ ആൾക്കാർക്കും ഇൻവിറ്റേഷൻ കിട്ടിയില്ലെന്ന് ഇന്നലെ അതിന്റെ ഒരു വ്യക്തി ന്യൂസിൽ ഒരു ചാനലിൽ ഇരുന്ന് എന്നോടൊപ്പം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ അല്ലേ അയ്യപ്പ വിശ്വാസികൾ? ദേവസ്വം ബോർഡ് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള ഒരു സംഘടനയാണ് അയ്യപ്പ സേവാ സംഘം. അവരെയൊക്കെ വിളിക്കാത്ത എന്താ? എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡല്ലേ നോക്കേണ്ടത്? പ്രശാന്തിക്ക് എല്ലാരെയും ഒന്ന് ഇൻവൈറ്റ് ചെയ്താൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടാകൂ? ഈ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് രാഷ്ട്രീയപരമായ അടിപിടി കൂടുന്ന ശരി. എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആ ഡോക്ടർ പി കെ കോപ്പൻ, ഇതിപ്പോ ശരി